ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ബന്ധു അല്പസമയത്തിനകം കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണും. ഡ്രഡ്ജറിന്റെ സഹായത്തോടെ എത്രയും വേഗം പരിശോധന തുടങ്ങണമെന്നാണ് ആവശ്യം. അതിനിടെ ഷിരൂർ തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാർവാർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നു. മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം കാണാതായവരുടെ ബന്ധുക്കളാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. AP നദീറ നമുക്കൊപ്പം ചേരുന്നു. നദീറ, ഗുഡ് ഈവനിങ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, ഒപ്പം DK ശിവകുമാർ ഇവരെയൊക്കെ കാണാൻ ശ്രമിക്കുന്നുവെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ നേരത്തെ പറഞ്ഞിരുന്നു. ജിതിനുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴായിരിക്കും? അതോടൊപ്പം തന്നെ ഈ ലോകേഷിന്റെയും ജഗന്നാഥന്റെയും ഒക്കെ ബന്ധുക്കളുടെ സമരം തുടരുകയാണോ നദീറ? സുജിയ, ഗുഡ് ഈവനിങ്. ഈ ജിതിൻ എന്തായാലും മുഖ്യമന്ത്രിയെ കാണുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കൃഷ്ണയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് MP MK രാഘവൻ, അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള MLA മാർ എന്നിവരുടെ സഹായത്തോടെയാണ് അകത്തേക്ക് പോയിരിക്കുന്നത്. ഇവരടങ്ങുന്ന ഒരു സംഘമാണ് അകത്തേക്ക് പോയിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടു തുടങ്ങിയിട്ടില്ല, കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടില്ല. അവരിപ്പോൾ അവസരം കാത്ത് പുറത്ത് നിൽക്കുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം അവർ ഉന്നയിക്കാൻ പോകുന്നത് ഡ്രഡ്ജറിന്റെ സഹായത്തോടെ എത്രയും വേഗം ഷിരൂരിൽ ദൗത്യം പുനരാരംഭിക്കണമാണ്. തിരച്ചിൽ ദൗത്യം ഓഗസ്റ്റ് 16 നിർത്തിവെച്ചതാണ്. ഇത്രയും ദിവസം മുന്നോട്ട് പോയിരിക്കുന്നു. അനുകൂല കാലാവസ്ഥയൊന്നുമല്ല ഇപ്പോൾ. എങ്കിൽ കൂടിയും എന്താണോ തടസ്സം അത് നീക്കിക്കൊണ്ട്, സാമ്പത്തികമായ തടസ്സമാണെങ്കിലും സാങ്കേതികമായ തടസ്സമാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് നീക്കിക്കൊണ്ട് ദൗത്യം പുനരാരംഭിക്കണമെന്നാണ് ഈ ജിതിൻ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുന്നിലും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് മുന്നിലും അവർ വെക്കുന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ദൗത്യം ഇങ്ങനെ അനിശ്ചിതമായി നീളാൻ പാടില്ല. ഇത് എത്രയും പെട്ടെന്ന് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കണം. ലോറിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതെന്തായാലും ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കർണാടക ഹൈക്കോടതിയിലും കേസുണ്ട്. അവിടെ ഇവരോട് നിലപാട് വ്യക്തമാക്കാൻ കർണാടക ഹൈക്കോടതി അർജുന്റെ ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനും അവർ തയ്യാറെടുക്കുകയാണ് അടുത്ത മാസം കേസ് പരിഗണിക്കുമ്പോൾ. എന്തായാലും ഇപ്പോൾ അടിയന്തരമായി തന്നെ ഇതിലൊരു ഇടപെടൽ നടത്താൻ കർണാടക സർക്കാർ തയ്യാറാവണം. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ഈ ഒരു തിരച്ചിൽ ഏത് രീതിയിലാണ് നദീറ, അതായത് 16-ാം തീയതി തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ 12 ദിവസം കഴിഞ്ഞു. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് ഇത്രയും ദിവസത്തിന്റെ ആവശ്യമില്ലല്ലോ. 50 ലക്ഷം തുടങ്ങി ബജറ്റിന്റെ കാര്യങ്ങൾ വരെ അന്നേ പറഞ്ഞിരുന്നതാണല്ലോ. പിന്നീട് അതിന് എന്താണ് പറ്റിയത്? ഇതിപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അവർക്ക് ഇതിലെ പകുതി തുക മാത്രമേ എടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ളൂ എന്നതാണ്. അതായത് ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കടൽ റൂട്ടിലൂടെ വേണം ഇവിടെ എത്തിക്കുന്നതിനായി, ഗംഗാവലി നദിയിൽ ഇവിടെ എത്തിക്കുന്നതിന് ആവശ്യമായ തുക എന്ന് പറയുന്നത് അവർ കണക്ക് കൂട്ടുമ്പോൾ അത് 96 ലക്ഷം രൂപയാണ്. അത്രയും തുക ഈ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലില്ല. പകുതി തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ബാക്കി തുക കർണാടക സർക്കാർ കണ്ടെത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. അക്കാര്യമാണ് അവർ കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ജിതിന്റെ കുടുംബം പറയുന്നത് ഇതിന് എന്താണ് കർണാടക സർക്കാരിന് ചെയ്യാൻ കഴിയുക, അക്കാര്യം ചെയ്യണം. ഇനി കേരള സർക്കാർ എന്തെങ്കിലും സഹായം നൽകണമെങ്കിൽ അതിനുവേണ്ടി താൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത് അഭ്യർത്ഥിക്കുന്നതിനും തയ്യാറാണെന്ന് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. രക്ഷാദൗത്യം നിർത്തിവെച്ചിട്ട് ഇപ്പോൾ 12 ദിവസമായിരിക്കുകയാണ്. ഷിരൂരിൽ അർജുന്റെ ട്രക്കുണ്ട് എന്ന് അനുമാനിച്ചിരിക്കുന്ന ഭാഗത്ത് അവിടെ പരിശോധന നടത്തുന്നതിന് ഇനി എന്താണ് തടസ്സം എന്ന ചോദ്യത്തിന് പണവും ഒരു തടസ്സമാണ് എന്ന മറുപടി വരുന്നുണ്ട്. അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രിയെ ജിതിൻ കാണുന്നുണ്ട്. MK രാഘവൻ MP യും ഒപ്പമുണ്ട്.